ഇതാണ് വടകര ചോറോട് ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ചോറോട് ഭാഗത്തേക്ക് വരുമ്പോ ഇവിടെ കണ്ടില്ലേ, ഇങ്ങനെയാണ് ഈ അണ്ടർപാസ് വരുന്ന ഭാഗത്ത് പോകുന്ന ഒരു കാഴ്ച കണ്ടില്ലേ. എന്താല്ലേ, ചളിയും ഒരു കുഴി. ഇതാണ് വടകര കൈനാട്ടി ചോറോട് ഭാഗത്തു നിന്നുള്ള ഒരു കാഴ്ച. അടുത്ത ബസ് വന്നിട്ടുണ്ട്, കണ്ടില്ലേ എങ്ങനെയാണ് വെള്ളക്കെട്ടായി കിടക്കുന്നൊരു സ്ഥിതിയാണ് ഇവിടെ. ഇനി ഈ ഹൈറ്റിലേക്കാണ് മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടത് ജോയിന്റിങ് ഒക്കെ ചെയ്യാനുള്ളത്. ഹൈവേ വർക്കിന്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ആരക്കോട് നാദാപുരം റോഡ് ഭാഗത്താണ്. ഇവിടുന്ന് കൈനാട്ടി ചോറോട് ഭാഗം വരെയുള്ള കാഴ്ചകളാണ്. വളരെ നാളായി ഇങ്ങോട്ടൊക്കെ വന്നിട്ട്, മാസങ്ങളോളായി. നിങ്ങള് സപ്പോർട്ട് വേണം. വളരെ വ്യൂ കുറവാണ്, അതുകൊണ്ടൊക്കെയാണ് ഇങ്ങോട്ടൊക്കെ വരാത്തത്. അപ്പൊ കൂടുതൽ ആളുകൾ കാണുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്താൽ ഇനിയും കൂടുതൽ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് വീഡിയോ ചെയ്യാം. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായും വേണം. അപ്പൊ ഇപ്പൊ തന്നെ ലൈക്ക് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾ കാണുക. അപ്പൊ നമുക്ക് ഇവിടെയുള്ള കാഴ്ചകള്, ചോറോട് ഭാഗം വരെയുള്ള വിശദമായിട്ടുള്ള കാഴ്ചകൾ നോക്കാം. എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത്, എത്രത്തോളം മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന്. മഴ ഉള്ളത് കൊണ്ട് ചെറിയൊരു ക്ലാരിറ്റി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇതാണ് നാദാപുരം റോഡ് ഭാഗത്ത് വന്നിട്ടുള്ള അണ്ടർപാസ്. ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള കാഴ്ച ഇതാണ്. ഇവിടെയൊക്കെ ഇപ്പോഴും അതുപോലെ തന്നെ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അണ്ടർപാസിന്റെ താഴെ ഭാഗത്തേക്ക് പോയി നോക്കാം. ആ ഭാഗത്ത് അതുപോലെ ചളിയും മണ്ണൊക്കെ ആയി കിടക്കണം. അതിന്റെ താഴ്വശത്തൊക്കെ ഇനി ടാറിങ് ഒക്കെ ചെയ്യാനുണ്ട്. ഉള്ളിലുള്ള ഒരു സിറ്റുവേഷൻ ഇങ്ങനെയാണ്, ചളിയൊക്കെ ആയിട്ട്. ഇവിടെയൊക്കെ ഇനി എന്നാണ് വർക്ക് ചെയ്യുക? കുറെ നാളായി കിടക്കാൻ തുടങ്ങിയിട്ട് മാറ്റങ്ങളൊന്നുമില്ല. ഇവിടെ കുറച്ച് പേര് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്ത്, ഓട്ടോ സ്റ്റാൻഡൊക്കെ ഇവിടെയാണ്. താഴ്വശത്തിന് ഉള്ളിൽ ഇങ്ങനെയാണ് സിമന്റ് കുട്ടിയിട്ട് ഇങ്ങനെ ചെയ്ത്, അത് മാത്രമാണ് ചെയ്തിട്ടുള്ളത്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇനി ഇതൊക്കെ ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞ് പെയിന്റിംഗ് ഒക്കെ വരാനുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഭാഗത്തേക്ക് പോയി നോക്കാം. ഇവിടെ വരുമ്പോഴുള്ള കാഴ്ച ഇങ്ങനെയാണ്. സർവീസ് റോഡിന്റെ ഈ വാളിന്റെ ഈ ഭാഗത്തേക്കൊക്കെ ഇനി വർക്ക് ചെയ്യാനുണ്ട്. ഇതിന്റെ മുകൾ വശത്ത് വർക്ക് ചെയ്യാനുണ്ട്. അങ്ങനെ ഒരുപാട് വർക്കുകൾ ഉണ്ട്. ഇവിടെ ഇങ്ങനെയാണ് ഈ ജംഗ്ഷന്. അപ്പൊ ഒരുപാട് പ്രവാസി സുഹൃത്തുക്കളൊക്കെ വീഡിയോ കാണുന്നുണ്ട്. നിങ്ങൾ ലൈക്കും കമന്റൊക്കെ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇവിടെ നിന്ന് ഇങ്ങനെ മുകൾ ഭാഗത്തേക്കുള്ള കാഴ്ച ഇതാണ്. അപ്പൊ ഇനി നമുക്ക് കൈനാട്ടി ചോറോട് ഭാഗത്തേക്കൊക്കെ ഇങ്ങനെ പോയി നോക്കാം. ആ ഭാഗത്തേക്കുള്ള വർക്കുകള്. സർവീസ് റോഡിലൂടെ ഒന്നും യാത്ര ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ്. ഇവിടെ വലിയൊരു പ്രശ്നമില്ല. ഈ ഭാഗത്ത് സൈഡിലൊക്കെ ഇപ്പൊ കാട് പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. മഴ ആയതുകൊണ്ട് നല്ല കാടുകൾ വന്നിട്ടുണ്ട്. കാട് പിടിച്ച് കിടക്കാണ്. ചില ഭാഗത്തൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിലും വടകര ഭാഗത്തേക്കൊന്നും തീരെ പോകാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. പാടത്തേക്ക് ഇറങ്ങിയ പോലെയാണ്. കുണ്ടും കുഴിയും ചെളിയൊക്കെ ആയിട്ട് കിടക്കാണ്. വളരെ പതുക്കെയാണ് അതുവഴിയൊക്കെയുള്ള യാത്രകള്. അപ്പോ വളരെ നാളായിട്ട് കിടക്കാണ്. ഈ ഭാഗങ്ങളിലൊക്കെ വർക്കുകള് സ്ലോവിലാണ്. ഇനി എന്നാണ് തീരാന്നൊന്നും ഒരു ഐഡിയ ഇല്ല കേട്ടോ. അപ്പൊ ഇവിടെയൊക്കെ ചെറിയ രീതിയിൽ ഇനി ക്രാഷ് ബാരിയറിന്റെ വർക്കുകൾ ചെയ്യാനുണ്ട്. കുറച്ച് മുൻവശത്തൊക്കെ അങ്ങനെയുള്ള വർക്കുകളൊക്കെയാണ് ഇനി ചെയ്യാനുള്ളത്. അപ്പൊ നാദാപുരം റോഡ് ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ ഹൈവേയിലേക്ക് എൻട്രി ആകുന്ന ഒരു ഭാഗം ഇവിടെയാണ്. ഇവിടെ ഇങ്ങനെയാണ് ഇപ്പൊ കിടക്കുന്നത്. ഈ ഭാഗത്തൊക്കെ ഇനിയും വർക്കുകൾ, ഒരുപാട് വർക്കുകൾ ചെയ്യാനുണ്ട്. ഇവിടെ ക്രാഷ് ബാരിയറിന്റെ വർക്കുകൾ തന്നെ കംപ്ലീറ്റ് ആയിട്ടില്ല. ഇവിടെ ഒരു താൽക്കാലിക ഒരു രീതിയിലാണ് ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഹൈവേയിലേക്കുള്ള ഒരു എൻട്രി കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ സെന്റർ ഭാഗത്തൊക്കെ ഫിക്സ് ആൻഡ് സ്ലാബുകൾ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. വടകര ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങളാണ് ഈ കാണുന്നത്. അതുപോലെ കണ്ണൂർ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങളും, രണ്ട് വാഹനങ്ങളും ഒരേ സൈഡിലൂടെ ആണ് ഇവിടെ കടന്നു പോകുന്നത്. ഇവിടെ റോഡിന്റെ വർക്ക് കംപ്ലീറ്റ് ആകാത്തതുകൊണ്ട് ഇവിടെ കാണാം നമുക്ക് സെന്റർ ഭാഗത്ത് ഫിക്സ് ആൻഡ് സ്ലാബുകളൊക്കെ ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത്. അപ്പൊ ഈ ഭാഗത്തൊക്കെ ഇനിയും വർക്കുകൾ ചെയ്യാത്തത് കൊണ്ട് ഇവിടെ ഇങ്ങനെ സ്ലാബുകൾ കിടക്കണേ. അപ്പൊ നമ്മൾ നാദാപുരം റോഡ് ഭാഗത്ത് കണ്ട അണ്ടർപാസിന്റെ ആ ഭാഗത്ത് ഒരു സൈഡില്
വാഹനങ്ങൾ കടന്നു പോകുന്നില്ല. ഒരു സൈഡിൽ മുകളിലൂടെ കടന്നു പോകുന്നുണ്ട് വാഹനങ്ങള്. അപ്പൊ അവിടെ കുറച്ച് ഭാഗം അങ്ങോട്ട് എത്തുമ്പോഴേക്ക് ഇടത് സൈഡിലേക്ക് കട്ട് ചെയ്ത് പോയിട്ട് അണ്ടർപാസിന്റെ താഴെ ഭാഗത്തൂടെ നമ്മളെ അങ്ങോട്ടും ഭാഗത്തേക്കൊക്കെയാണ് കടന്നു പോകുന്നത്. അതുപോലെ സർവീസ് റോഡിലൂടെയൊക്കെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഇവിടെ ഈ മാരുതിന്റെ ഷോറൂമിന്റെ ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡിന്റെ വർക്ക് കഴിഞ്ഞ്, അതുകൊണ്ടാണ് ആ ഭാഗത്തൊക്കെ വാഹനങ്ങൾ നിൽക്കുന്നത് കാണാം. അവിടെ സർവീസ് റോഡിന്റെ ഭാഗത്തുള്ള വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെ ഓപ്പൺ ചെയ്യാത്തതുകൊണ്ട് അവിടെ ഇങ്ങനെ സ്റ്റക്കായി കിടക്കുകയാണ്. അതുപോലെ ഈ ഭാഗത്തും തുറന്നു കൊടുത്തിട്ടില്ല. അപ്പൊ നമുക്ക് ഇനി മുൻവശത്ത് പോയി നോക്കാം. ഇപ്പൊ നമ്മൾ കണ്ട സ്ഥലത്തിന്റെ കുറച്ച് മുൻവശത്തേക്ക് വരുമ്പോഴുള്ള കാഴ്ച ഇങ്ങനെയാണ്. ഇവിടെയൊക്കെ മണ്ണ് നിറച്ചിങ്ങനെ കിടക്കുന്ന ഒരു ഭാഗം. ഇവിടെ നിന്ന് ഒരു വർക്കും കാണുന്നില്ല, പുതിയ മാറ്റങ്ങൾ ഒന്നും കാണുന്നില്ല. ആ ഭാഗത്ത് സർവീസ് റോഡ് അതില് മാറ്റിയിട്ടുണ്ട്. നേരത്തെ ഇവിടെ ഇങ്ങനെ ക്രോസ് ചെയ്തായിരുന്നു, അതിലൊരു ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ കൈനാട്ടി ഭാഗത്ത് വന്നിട്ടുള്ള ആ അണ്ടർപാസ് ഫ്ലൈ ഓവറിന്റെ ഭാഗത്തൊക്കെ മണ്ണ് നിറച്ച് കൊണ്ടുവരാനുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഈ ഹൈറ്റിലൊക്കെ ഇനി മണ്ണ് വരാനുള്ളതായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ ഒന്നും വർക്കുകളൊന്നും കാണുന്നില്ല. അവിടെയൊക്കെ കുറച്ച് ഭാഗത്താണ് സ്ലാബിന്റെ വർക്കുകൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്കിനി അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെയൊക്കെ ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇപ്പോ ഫ്ലൈ ഓവറിന്റെ താഴെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. ഇതാണ് ഇപ്പൊ നമ്മള് വന്ന ഭാഗത്ത് മണ്ണിട്ട് ഉയർത്താനുള്ള ഒരു ഭാഗം കണ്ടില്ല, ഇങ്ങനെ ആയിട്ടുള്ളൂ. ഇവിടെ ഇനി ഒരുപാട് വർക്കുകൾ ഇവിടെ ചെയ്യാനുണ്ട്. മണ്ണിട്ട് ഉയർത്താനുള്ള ഭാഗങ്ങൾ കുറെ ഉയർത്തി കൊണ്ടുവരാനുണ്ട്. ഈ ഹൈറ്റിലേക്കല്ലേ കൊണ്ടുവരാനുള്ളത്. അപ്പോ സ്ലാബിന്റെ വർക്കുകളൊന്നും പിന്നെ ചെയ്തിട്ട് കാണുന്നില്ല, അതുപോലെ കിടക്കാണ്. മാസങ്ങൾക്ക് മുമ്പ് ചെയ്ത പോലെ. ഇവിടെ ഇപ്പോൾ നല്ലൊരു പാർക്കിംഗ് ഏരിയ ആയി മാറിയിട്ടുണ്ട്. ഇവിടെ ഒരു ലോറി കൊണ്ടുവന്ന് നിർത്തി ഉള്ളിയൊക്കെ ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുറെ സ്ലാബുകൾ ഇതിന്റെ താഴ്വശത്ത് കൂട്ടിയിട്ടിരിക്കുകയാണ്. കുറെ പേര് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്ത് ഇവിടെ റെസ്റ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആയി മാറിയിട്ടുണ്ട്. മഴയൊക്കെ ഉള്ളതുകൊണ്ട് മഴയൊന്നും കൊള്ളാതെ ഇവിടെ വന്നിരിക്കാനൊക്കെ പറ്റും. അതിനുള്ള ഒരു സ്ഥലമായി മാറിയിട്ടുണ്ട്. അപ്പൊ ഇത് കൈനാട്ടി ഭാഗത്ത് ഈ വന്നിട്ടുള്ള ഈ ഫ്ലൈ ഓവർ മാനന്തവാടി, കുറ്റ്യാടി, തൊട്ടിൽപ്പാലം, നാദാപുരം ഭാഗങ്ങളിലേക്കൊക്കെ പോകാൻ വേണ്ടിയുള്ള ഒരു റോഡിന്റെ ക്രോസിലാണ് വരുന്നിട്ടുള്ളത്. ഈ വഴിയാണ് മാനന്തവാടി, തൊട്ടിൽപ്പാലം, കുറ്റ്യാടി ഭാഗങ്ങളിലേക്കൊക്കെ കടന്നു പോവാം. അപ്പോൾ വലിയൊരു ഫ്ലൈ ഓവർ വന്നിട്ടുള്ളത് അണ്ടർപാസിന്റെ ഒക്കെ കൊടുക്കുന്ന ഏരിയകളാണ് ഇതൊക്കെ. പക്ഷെ അണ്ടർപാസ് അല്ല വന്നിട്ടുള്ളത്, ഇവിടെ ഫ്ലൈ ഓവർ തന്നെ വന്നിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡിൽ വലിയ റോഡൊന്നുമല്ല. അപ്പൊ ചില ഭാഗത്ത് ഇത്രയും ഇതിലും വലിയ ജംഗ്ഷനുകൾ ഉണ്ടായിട്ടും ഇത്രയും വലിയ ഫ്ലൈ ഓവർ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പൊ ഇവിടെ വലിയൊരു ഫ്ലൈ ഓവർ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോയി നോക്കാം. ആ ഭാഗത്തൊക്കെ എങ്ങനെയാണ് വർക്ക് കിടക്കുന്നത്. വലിയ മാറ്റങ്ങളൊന്നുമില്ല, അതുപോലെ തന്നെയാണ് കിടക്കുന്നത്. സ്ലാബുകൾ കൂട്ടിയിട്ട് ഇരിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇതാണ് സ്ലാബുകൾ. നേരത്തെ ഉള്ളതുപോലെ തന്നെയാണ്. ഏകദേശം 3 മാസം കഴിഞ്ഞു എന്ന് തോന്നുന്നത്. അതുപോലെ തന്നെയാണ് വന്നിട്ട് അപ്പൊ മണ്ണ് നിറച്ചു കൊണ്ടുവരേണ്ട ഭാഗങ്ങളാണ് അതുപോലെ തന്നെ കിടക്കാണ്. ഒരു പുരോഗമനമില്ല. കണ്ടില്ലേ എങ്ങനെയാണ് വെള്ളക്കെട്ടായി കിടക്കുന്നൊരു സ്ഥിതിയാണ് ഇവിടെ. ഇനി ഈ ഹൈറ്റിലേക്കാണ് മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടത് ജോയിന്റിങ് ഒക്കെ ചെയ്യാനുള്ളത്. കുറെ ഹൈറ്റിലേക്ക് ഇനി സ്ലാബിന്റെ വർക്കുകൾ ചെയ്യാനുണ്ട്, മണ്ണിട്ട് ഉയർത്താനുണ്ട്. സമയമെടുക്കും. സർവീസ് റോഡ് യാത്ര വളരെ ദുരിതമാണ് ഈ ഭാഗത്തൂടെ ഒക്കെ ഇപ്പോ. അപ്പൊ നമുക്കിനി ചോറോഡ് ഭാഗത്തേക്ക് പോയി നോക്കാം. കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. റെയിൽവേ ROB ഒക്കെ വരുന്നതിന്റെ കുറച്ച് മുൻവശത്തായിട്ട് വരുന്ന ഭാഗത്താണ് ഇത്. ഇവിടെ ഒരു ഡ്രൈനേജിന്റെ വർക്ക് നടക്കുന്നുണ്ട്. അതിലൊക്കെ വെള്ളം കയറി കിടക്കാണ്. ഇവിടുന്ന് അങ്ങോട്ട് ആ ഭാഗത്തേക്കൊക്കെ ഇതാണ് സിറ്റുവേഷന്. മണ്ണിട്ട് നിറച്ചു കൊണ്ടുവരാനുള്ള ഭാഗങ്ങളാണ്. പക്ഷെ ഈ സ്ലാബുകളൊക്കെ പലതും ചെരിഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മണ്ണ് താഴ്ന്നു പോയിട്ടാണെന്ന് അറിയില്ല. ഈ ഭാഗത്തൊക്കെ സ്ലാബുകളൊക്കെ താഴ്ന്നു പോയിട്ടുണ്ട്. കുറെ ഭാഗത്ത് സ്ലാബുകൾ ചെരിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പൊ ഇതുവഴിയുള്ള യാത്രകൾ, സർവീസ് റോഡിന്റെ ഭാഗത്തൂടെയുള്ള യാത്രകളൊക്കെ വളരെ ദുഷ്കരമാണ്.
അവിടെയൊക്കെ ലോറിയും ബസ്സൊക്കെ പോകുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ വളരെ പ്രയാസപ്പെട്ട് കാണാം. കണ്ടില്ലേ, ആ ഭാഗത്തൊക്കെ വലിയ കുഴികളിലൊക്കെ ഇറങ്ങി കയറിയൊക്കെയാണ് ബസ് പോലും പോകുന്നത്. പിന്നെ ഈ ചെറിയ വാഹനങ്ങളുടെ സ്ഥിതി പറയണ്ടല്ലോ. വളരെ ടൈം എടുത്തായ ഇത് വഴിയുള്ള യാത്രകള്. ബ്ലോക്ക് ആണെങ്കിൽ പറയണ്ട, നല്ല ബ്ലോക്കാണ്. മഴ ആയതോടെ വാഹനങ്ങൾക്ക് വളരെ പ്രയാസമാണ്. നേരത്തെ തന്നെ ഇതുവഴി യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. ബ്ലോക്കില് വന്നിട്ടുണ്ട് കേട്ടോ, ബ്ലോക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇവിടേക്ക് ഇങ്ങനെ ലോഡാവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മള് ചോറോട് ആര്യവൈശാലന്റെ ഷോറൂമൊക്കെ വരുന്ന ഭാഗത്താണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പോഴേക്ക് ഈ ഭാഗത്തേക്കൊക്കെ ബ്ലോക്കായി തുടങ്ങി. കുറഞ്ഞ സമയം കൊണ്ടാണ് ഈ ബ്ലോക്ക് ഉണ്ടാകുന്നത്. വാഗാടിന്റെ ബോർഡൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. വാഗാടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഇത്രയും സമയം എടുത്ത് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി വേറെ എവിടെയും ഉണ്ടാവില്ല. ഇതാണ് വാഗാട്. ROB വരുന്ന ആ ഭാഗത്തേക്കുള്ള ഒരു സർവീസ് റോഡിന്റെ ഭാഗം ഇങ്ങനെയാണ്. ഇവിടെയൊക്കെ പകുതി ഭാഗം ഇങ്ങനെ സർവീസ് റോഡിന്റെ വർക്ക് കഴിഞ്ഞ് കിടക്കുന്നുണ്ട്. ബസ് പോകുന്ന ഒരു കാഴ്ച കണ്ടില്ലേ, എന്താല്ലേ, ചളിയും ഒരു കുഴിയും. ഓരോ കുഴിയിൽ നിന്ന് കയറി അടുത്ത കുഴിയിലേക്ക് ഇറങ്ങുന്നു. ഇതാണ് വടകര കൈനാട്ടി ചോറോട് ഭാഗത്തു നിന്നുള്ള ഒരു കാഴ്ച. ബസ്സൊക്കെ പോകുന്ന എന്താല്ലേ, വല്ല റൈഡിലൊക്കെ കയറിയ പോലെ ആയിരിക്കും ബസ്സിൽ കയറിയിട്ടുള്ള ആളുകൾക്ക്. അങ്ങനെയാണ് ഇവിടുത്തെ റോഡുകൾ. ഇപ്പോ അടുത്ത ബസ് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ആളുകളൊക്കെ ഓരോ പരീക്ഷണം നടത്തി നോക്കുകയാണ്, എങ്ങനെയെങ്കിലും വേഗത്തിൽ രക്ഷപ്പെടാൻ പറ്റുമെന്ന്. അങ്ങനെ കുഴിയിൽ ചാടിയൊക്കെ പോകുന്നത്. ശരിക്കുള്ള റോഡിന്റെ ഭാഗം ആ ഭാഗത്തൂടെയാണ്. പക്ഷെ പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ടാണ് മണ്ണിട്ട ഭാഗത്തൂടെ ബസ്സൊക്കെ പോകുന്നത്. ചോറോട് ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ചോറോട് ഭാഗത്തേക്ക് വരുമ്പോ ഇവിടെ കണ്ടില്ലേ, ഇങ്ങനെയാണ് ഈ അണ്ടർപാസ് വരുന്ന ഭാഗത്ത്. ഇപ്പം വർക്കേഴ്സ് വന്ന് കുറച്ച് ഭാഗത്തൊക്കെ മണ്ണൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ കുഴിയില്. ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല, വലിയ ബ്ലോക്കാണ് ഇവിടെ. വാഹനങ്ങൾ കടന്നു പോകാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടാണ് ഈ വഴിയുള്ള യാത്ര. ഈ അണ്ടർപാസിന്റെ ഭാഗം എത്രയോ നാളായി കിടക്കണ, ഏകദേശം വർഷങ്ങളായി എന്ന് പറയാ. ഇപ്പോഴും ഒരു മാറ്റം വന്നിട്ടില്ല. ഉൾവശമൊക്കെ ഇങ്ങനെയാണ് കിടക്കേണ്ടത്. ബ്ലോക്ക് പറഞ്ഞാൽ അങ്ങനെയുള്ള ബ്ലോക്കാണ് ഇവിടെ. ഒരു സർക്കസിന് തയ്യാറായിട്ടുള്ള ആളുകൾ ഇതുവഴി യാത്ര ചെയ്താൽ മതി. കൈനാട്ടി അതുപോലെ വടകര ചോറോട് ഭാഗത്തൂടെ മഴ ആയതോടെ നല്ല പണിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം മറ്റൊരു സ്ഥലത്തെ കാഴ്ചയുമായി.